വെറും 35,000 രൂപയ്ക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓടിച്ച് പഠിക്കാണ്ടെങ്കിൽ നിങ്ങൾ മാരുതിയോ അൾട്ടോ ഒന്നും എടുക്കാൻ പോണ്ട. വെറും 35,000 രൂപയ്ക്ക് ഇത് ഓടിച്ച് പഠിക്കുക. ഇതൊക്കെ ഒരു ഇടിയൊന്നും പിടിച്ചാൽ ഒന്നും ആവില്ല. ടാറ്റയുടെ സ്റ്റീലാണ് അല്ലേ? കിടിലൻ സാധനം. ഇത് ഡീസൽ, അതായത് 1.2 ലിറ്റർ വരുന്ന ഡീസൽ വണ്ടി. നല്ല വണ്ടിയാ ഓടിക്കാനും. അതെ 12 ഓ ഇത് 12 അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ റീപെയിന്റ് എന്തെങ്കിലും ചെയ്യുന്നതാണോ? ഇത് ഒന്ന് ആകെ കൂടി ബമ്പർ മാത്രമേ ടച്ചിങ് ഉള്ളൂ അല്ലേ? കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്തൊരു നീറ്റാന്നറിയോ വണ്ടി കാണാന്? കുറെ ഉണ്ടാവോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. അതെ 2,90,000 രൂപയ്ക്ക് പെട്രോൾ വണ്ടി എടുക്കാം. അതും നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. നല്ല നീറ്റ് വണ്ടിയാണ്. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. 2016 സെക്കൻഡ് ഓണറാണ്. 2,60,000 രൂപ. പിന്നെ ആലോചിക്കണം 16 വണ്ടിയാണ് 2,60 പറയുന്നത് കേട്ടോ. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് 5,10 കൊടുക്കാം നമുക്ക്. 5,10 മോഡൽ ഏതാ പറഞ്ഞത്? 2016 12 മാസം വണ്ടിയാണ്. 12 മാസം അല്ലേ? 5,10 എന്ന് പറയുന്ന ഒട്ടും കൂടുതലൊന്നുമല്ല. 5,10 എന്നുള്ളതൊക്കെ ഒരു നല്ല റേറ്റിൽ തന്നെ കുറയും. നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോലും നെഗറ്റീവായിട്ട് ഒരു കമന്റ് പോലും പറയാത്തൊരു ഷോറൂമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഷോറൂം എല്ലാവർക്കും വളരെ പരിചിതമാണ്. നമ്മൾ ഒരുപാടധികം വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരുപാടധികം വണ്ടികൾ ഇതിനു മുമ്പ് ഇവരിവിടെ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ റോയൽ യൂസ്ഡ് കാർസിലാണ്. തൃശ്ശൂർ ജില്ലയിൽ എരഞ്ഞാലക്കുടയുള്ള റോയൽ യൂസ്ഡ് കാർസ് ആണ് കേട്ടോ. ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിന്റെ ഒക്കെ ആ ഒരു ജംഗ്ഷൻ, ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ തന്നെയാണ്. ഇവിടെ ഇവരുടെ ഈ ഒരു ഷോറൂമിൽ നേരെ നോക്കിയാൽ നേരെ ഫ്രണ്ടിൽ കാണുന്നത് കോളേജിലേക്കുള്ള വഴിയാണ്. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ഉഷാർ സ്ഥലം. രാവിലെ വരണം വരികയാണെങ്കിൽ. അപ്പോൾ അതായത് ഒരുപാടധികം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇന്നും ഇവിടെ അവൈലബിൾ ആണ്. ഓണമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ മാക്സിമം ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറേ വണ്ടികളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഫുൾ കളർഫുൾ ആണെന്ന് പറയാം. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാടധികം വണ്ടി വന്നിട്ടുണ്ടല്ലേ? ഷോറൂം ഒക്കെ ഒന്ന് പുതുക്കി എന്തായാലും നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങളെ എത്ര ഉണ്ടാവും നിലവിൽ സ്റ്റോക്ക്? ഇവിടെ ഇപ്പൊ കാണിക്കാനായിട്ട് ഒരു 30-35 ഉണ്ടാവും. ഏകദേശം ഒരു 10-70 ഒരു 40 കൂടി വരാനുണ്ട്. 40 വരാനുണ്ട്. അടിപൊളി. അപ്പൊ നമ്മളിപ്പോ കാണിക്കുന്ന ഒരുവിധം വണ്ടികൾ എല്ലാം തന്നെ ഒരെണ്ണം കൂടി വേണമെങ്കിൽ കിട്ടും. ഒരുവിധം നല്ല വണ്ടികളല്ലേ? നല്ല വണ്ടികൾ തന്നെ. ഒത്തിരി മോഡലുള്ള വണ്ടികളും മോഡൽ കുറഞ്ഞതും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് വില കുറച്ച് കൊടുത്തൂടെ? പരമാവധി ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോലും നെഗറ്റീവ് കമന്റ് ഇതുവരെ നിങ്ങളുടെ വീഡിയോക്ക് പറഞ്ഞിട്ടില്ല. ഇല്ല. അത് അങ്ങനെ തന്നെ പോണം എപ്പോഴും. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുള്ള ബിസിനസ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ട്. പിന്നെ അത്രയധികം നാളായില്ല ഇവിടെ. അതെ ഏകദേശം ഒരു 20 വർഷത്തോളമായി ഇവിടെ തന്നെ അല്ലെ? സെയിം സ്ഥലത്ത്. അതെ അടിപൊളി. അപ്പൊ 20 വർഷത്തോളമായിട്ട് തുടങ്ങിയത് നമ്മള്. അതെ അല്ലെ? 20 വർഷത്തോളമായിട്ട് ഇതാ ഇവിടെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ എല്ലാവർക്കും നിങ്ങളെ നല്ല പരിചയം അറിയാം. എന്തായാലും ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം. മാക്സിമം വില കുറച്ചിട്ട് അടിപൊളി ഓഫറിൽ. ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. നമുക്ക് ഈ സെലേറിയോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ? പറയാം. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ന്യൂ ഷേപ്പിലുള്ള സെലേറിയോ ആണ്. റെഡ് കളർ വണ്ടിയാണ്. ഇത് മോഡൽ കേട്ടോ? 2016-17 രജിസ്ട്രേഷൻ. 16-17 വണ്ടി. അത്യാവശ്യം മോഡൽ കൂടിയ പുതിയ വണ്ടിയാണ്. നല്ല വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നതാണോ? പോളിഷ് ചെയ്തിട്ട് എല്ലാ വണ്ടികളും ഇടാറുണ്ട്. പോളിഷ് മാത്രം ചെയ്തിട്ടല്ല ഇടാറുള്ളൂ. പക്ഷെ ഇത് പോളിഷ് ചെയ്തില്ലെങ്കിൽ പോലും നല്ല വൃത്തിയുണ്ടല്ലേ? അതെ, നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. അത് എടുത്ത് പറയണം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പറയണം. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ അതായത് സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ടൗണിലേക്കൊക്കെ പറ്റുന്ന ബെസ്റ്റ് സാധനം. ഓട്ടോമാറ്റിക് 2016-17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, ഫുള്ള് കമ്പനി സർവീസ്. അതിനാരെ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ. ഒരു റീപ്ലേസ് ഒന്നും റീപ്ലേസ് ചെയ്യാത്ത വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് 4,10 കൊടുക്കാം. 4,10. 16-17 വണ്ടിയാണ് കേട്ടോ. 4,10,000. മാക്സിമം നിങ്ങൾക്ക് ലോണും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 3,00,000 മേലെ സുഖമായിട്ട് ലോൺ കയറില്ലേ? 3,50 മിനിമം കിട്ടും. അടിപൊളി. ബാക്കി പ്രൊഫൈൽ അനുസരിച്ചാണ്. നമ്മൾ ഈ പറഞ്ഞ വിലകളൊക്കെ ഒരു നെഗോസിയേഷൻ ഉണ്ടാവും. ചെയ്ത് കൊടുക്കാം അല്ലെ? നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ചെയ്യാം. ഓക്കെ. ഈ ഇതാണെങ്കിലോ ബലേനോ? ഇതും 2016 ലാസ്റ്റ് വണ്ടി. 16 ലാസ്റ്റ് ആണല്ലേ? ഇതും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും നല്ല കട്ട ടയറും ഉണ്ട്. അതേപോലെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് മാനുവൽ തന്നെയല്ലേ? അതെ, മാനുവൽ. പെട്രോള് ഡെൽറ്റയാണ്. ഡെൽറ്റ ആണെങ്കിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും കേട്ടോ. പ്രൊജക്ടർ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ റെഡ് കളർ വണ്ടിയാണ്, നല്ല നീറ്റാണ്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. കിലോമീറ്ററോ? സിംഗിൾ ഓണർ, 62,000 കിലോമീറ്റർ. ഇപ്പൊ 60 സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. വണ്ടി അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്ത് വിലക്ക് കൊടുക്കാം? ഇത് 5,10 കൊടുക്കാം. 5,10 മോഡൽ ഏതാ പറഞ്ഞത്? 2016 12 മാസം വണ്ടിയാണ്. 16-12 മാസം അല്ലേ? 5,10 എന്ന് പറയുന്ന ഒട്ടും കൂടുതലൊന്നുമല്ല. 5,10 എന്നുള്ളതൊക്കെ ഒരു നല്ല റേറ്റിൽ തന്നെ കുറയും.
മാക്സിമം ഡിസ്കൗണ്ട് ആവുമല്ലോ അല്ലേ? എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അതെ അതെ 5,10,000 ആസ്കിങ് മാത്രമാണ്, മാക്സിമം നെഗോഷ്യബിൾ ആക്കി. എനിക്ക് തോന്നുന്നു ഫുൾ ലോൺ ഒക്കെ കയറില്ല കേട്ടോ. ഇത് നമുക്ക് 5 ലക്ഷം രൂപ മിനിമം ലോൺ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഫുൾ ലോൺ ആക്കി ഏകദേശം കൊടുക്കാം. അതെ അതെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, 1 രൂപ പോലും മുടക്കണ്ട അതിന്. അതുപോലെ തന്നെ നല്ല ഓറഞ്ച് കളർ ഒരു എക്സ്പ്രസോ കാണിച്ചാൽ ഇന്നിപ്പോ കളർഫുൾ ആണല്ലേ, ജംസിന്റെ കുപ്പി പറഞ്ഞ പോലെ എല്ലാ വണ്ടി ഉണ്ട് കളർഫുൾ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2021 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഓടിയതോ 22,000 കിലോമീറ്റർ. അതായത് 13/7/2021 ഡെലിവറി അല്ലേ? 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള എക്സ്പ്രസോ VXI പ്ലസ് ഓട്ടോമാറ്റിക്. അടിപൊളി. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടി കയറിയിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ? ഒരു കുറ്റം പറയാനില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. 22,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള എല്ലാം കമ്പനി വന്നത് എന്താണോ അത് തന്നെ ടയർ അടക്കം അല്ലേ? എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5,10 കൊടുക്കാം. 5,10 അല്ലേ? അതും ഓട്ടോമാറ്റിക്, ലോ കിലോമീറ്റർ 21 വണ്ടിയാണ് ആലോചിക്കണം. 5,10 നെഗോഷ്യബിൾ ആവൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. 22,000 ഓടിയിട്ടുള്ളത്. 5 ലക്ഷം രൂപ ലോണും കയറില്ലേ? ഇത് കിട്ടും. 5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഫുൾ ലോണിൽ തന്നെ. നിങ്ങൾക്ക് പൈസ ഒന്നും മുടക്കേണ്ടി വരില്ല. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. കൊടുക്കണം കേട്ടോ. കൊടുക്കാം. ഇനി ഇതാണെങ്കിൽ I20. ഇത് 2015 ആസ്ത. 15 ആസ്റ്റ. അതായത് പെട്രോൾ അല്ലേ? പെട്രോള് 15 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അല്ല 15 ആസ്റ്റ ഓപ്ഷൻ അല്ല, ആസ്റ്റയാണ്. അപ്പൊ ഒരു 6 എയർ ബാഗ് ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്റീരിയർ നല്ല സീറ്റ് ഒക്കെ ഉണ്ട്. നീല കളർ വണ്ടി, നീല കളർ സീറ്റും ഉണ്ട്. ടയർ ഭാഗങ്ങൾ മോശമില്ല. നല്ല കട്ട ടയർ ഉണ്ട്. സിംഗിൾ ഓണറിന് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 58 ഓടിയിട്ടുള്ളൂ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പെട്രോൾ വണ്ടി ലേശം മൈലേജ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടം ലേശം കുറയും. 13-14 മാക്സിമം 14 ഹൈവേ കിട്ടുള്ളൂ. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,75 കൊടുക്കാം. 4,75 കൊടുക്കാം. മാക്സിമം നല്ല പ്രൈസ് തന്നെയാണ്. 15 വണ്ടി അല്ലേ? 4.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് വേണം അല്ലേ? അത് കുറയ്ക്കാനുള്ള മാക്സിമം കുറച്ച് കൊടുക്കാം. എന്തായാലും നോക്കിക്കോളൂ. 4,75 2015 വണ്ടി കിട്ടും. അതുപോലെ തന്നെ ഒരു ബലേനയും കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലോ? ഇത് 2018. 18 പെട്രോൾ തന്നെ അല്ലേ? ഇത് 2018 പെട്രോള് 60,000 കിലോമീറ്റർ ഓടിക്കുന്നു. 60 ഓടി. ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ. സിംഗിൾ ഓണർ വണ്ടി തന്നെയാ. ഫുള്ള് കമ്പനി സർവീസ് വണ്ടി തന്നെയാ. അതെ അതെ. അത്യാവശ്യം നല്ല നീറ്റ് ആണ്. ഡെൽറ്റ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, ഇത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറയുമ്പോൾ ബേസ് വേരിയന്റ് ആണ്. പക്ഷെ എന്നാലും AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അല്ല 4 ഡോർ പവർ വിൻഡോ. അടിപൊളി. അതെന്തായാലും മോശമില്ല കേട്ടോ. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല. ഓടിയതോ? 60,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? ഫുള്ള് കമ്പനി സർവീസ്. 55,000 സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5,40 കൊടുക്കാം. 5,40. ഈ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ. 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 5 മേലെ കയറുള്ളൂ. 18 അല്ലേ? 5-25 ഇടയിൽ കിട്ടും. നമ്മൾ ലോൺ കുറച്ച് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാർട്ടികൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അതിൽ കുറച്ച് ഡോക്യുമെന്റ് ചാർജും കാര്യങ്ങളൊക്കെ വരും. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫൈൽ പക്കയല്ലേ നിങ്ങൾക്ക് ലോൺ അത്രയും കയറുമില്ല. നമ്മൾ മാക്സിമം ലോൺ കുറച്ച് പറയുള്ളൂ. എന്തെങ്കിലും ചിലപ്പോ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണ് ഫുൾ ലോൺ തന്നെ കിട്ടും. ബാക്കി നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ. നെഗോഷ്യബിൾ ആണ് കേട്ടോ. എന്തായാലും ഒരു 800 കാണിച്ചു തരാം. മാരുതി അൾട്ടോ 800 അല്ലേ? ഏതാ മോഡല്? 2018 ആണ്. ഓടിയതോ? 40,000 കിലോമീറ്റർ. 39,500 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? 39,500 എന്നൊക്കെ പറയുമ്പോൾ 18 അപേക്ഷിച്ച് ലോ കിലോമീറ്റർ തന്നെ പറയാം. സിംഗിൾ ഓണർ. ഇവിടുത്തെ വണ്ടി തന്നെയാ. ഓൾമോസ്റ്റ് 20 കിലോമീറ്റർ മൈലേജും കിട്ടും അല്ലേ? 20 മിനിമം കിട്ടണം. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇല്ല, ഒന്നുമില്ല. അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള വണ്ടി. അതെ അല്ലേ? ഓക്കെ. ഒന്നും മാറിയിട്ടില്ല. കിലോമീറ്റർ എത്ര നമ്മൾ പറഞ്ഞു? 39,500 അല്ലേ? ടയർ വാങ്ങലൊക്കെ അത്യാവശ്യം ഫ്രണ്ട് 2 ടയറാണ്. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടില്ല. എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 2,90 കൊടുക്കാം. 2,90. 2018 വണ്ടി അല്ലേ? കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? 2.5 രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? 2,60 വരെ ലോൺ കിട്ടും. അപ്പൊ ഒരു 10-20,000 രൂപ കൈ കാണുക. എന്നിട്ട് കുറയ്ക്കാനുള്ള നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. അപ്പൊ എന്തായാലും നോക്കിക്കോളും. നല്ല നീറ്റ് വണ്ടികളാണ്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു ടെറാന കാണിച്ചു തരാം. ടെറാന ഏത് മോഡല്? 2014 മോഡല്. 14 ഇത് ഡെസ്റ്റർ അല്ലേ? സോറി, ടെറാനോ ആണല്ലേ? 14 മോഡലാ. 14 ഓട്ടം 1,50. 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. ഡീസൽ ആയിരിക്കും സർവീസ്. അടിപൊളി. കമ്പനി സർവീസ് കറക്റ്റ് കൊടുക്കാം അല്ലേ? കൊടുക്കാം. ചെക്ക് ചെയ്തിട്ടുള്ള 85 ആണോ 110 ആണോ? 110. സാധാരണ നമ്മൾ ഈ 1.5 ഓടിയ വണ്ടി അങ്ങനെ വെക്കാത്തയാണല്ലോ ഇവിടെ. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആകുമ്പോ പിന്നെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? അതാണ് മെയിൻ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ പേടിക്കണ്ട. പിന്നെ നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്താണല്ലോ അല്ലെ? അതെ, ഇതിപ്പോ നമ്മള് ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നീറ്റ്. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ 1.5 ഓടിയ വണ്ടിയാണെന്ന് ഒരിക്കലും പറയില്ല. അത്ര നീറ്റ് വണ്ടിയാണ്. 4 ടയർ ഏകദേശം പുത്തൻ ടയറാണ്. അലോയ് വീൽ ഉണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. എക്സ്വിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ. നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 14 ഓട്ടം 1.5 പറഞ്ഞു. അപ്പൊ അതൊന്നുമില്ലല്ലോ. ഇല്ല, ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. എത്ര കൊടുക്കാം?
ഇത് നമുക്കൊരു 410 കൊടുക്കും. 410, അതായത് 14 വണ്ടി. ഇത് 85 1 ടൺ ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും 110 PS നല്ല പവർ ഉണ്ടാവും. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ വണ്ടി കാണിച്ചു തരാം. നമ്മുടെ റെഡിഗോ അല്ലേ? റെഡിഗോ ഏതാ മോഡല്? ഇത് 2019 ഓട്ടോമാറ്റിക്. 19 ഓട്ടോമാറ്റിക് ആണ്. അതായത് വളരെ ഒരു കുഞ്ഞൻ വണ്ടി വേണം, അത് ഓട്ടോമാറ്റിക് ആയിരിക്കണം എന്നുള്ളവർക്ക് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ നല്ല വണ്ടിയാ. ഇതിലും കുഞ്ഞൻ വണ്ടി വേറെ കിട്ടാനില്ല. 19 ഓട്ടം. ഇത് 32,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട്. ഇതില് ഇപ്പൊ ഉള്ളതില് ഈ കാണിക്കുന്ന ഇപ്പൊ കാണിച്ച വണ്ടികളും കുറച്ച് ആ മോഡൽ കുറഞ്ഞു വെച്ചൊക്കെയും ഫുള്ള് കമ്പനി സർവീസ്. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസും സിംഗിൾ ഓണർ വണ്ടികളാണ്. ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ അല്ലേ? ഒരു അപാകതയില്ല. നല്ല നീറ്റ് വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 320 കൊടുക്കാം. 320. 2019 വണ്ടി. 2019 കുറെ ഉണ്ടാവൂലേ എന്തെങ്കിലുമൊക്കെ? കാരണം നമ്മള് മാക്സിമം കുറച്ച് പറയുന്നത് 2.25-3 വരെ കിട്ടുമോ ലോണ്? 3 ലക്ഷം 290 ഇതിന് മിനിമം കിട്ടും അല്ലേ? ഓക്കെ. ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഈ ലോൺ കിട്ടാന്ന് പറയുന്നത്, മാക്സിമം ലോൺ കിട്ടാന്ന് പറയുന്നത് ആ വണ്ടിക്ക് അത്രയും വാല്യൂ ഉള്ളതുകൊണ്ടാണ്, അതിന്റെ ഇൻഷുറൻസ് IDV ഒക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ആ വണ്ടിക്ക് വാല്യൂ ഇല്ലെങ്കിൽ ഒരിക്കലും ആ ലോൺ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. IDV ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. 320 ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ബൊലേറോ കാണിച്ചു തരാം. ബൊലേറോ ഏതാ മോഡല്? ഇത് 2011 DI. 11 DI. ഇത് 11 വണ്ടിയല്ലേ? 11 വണ്ടി, 60,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്. സിംഗിൾ ഓണർ ആയിരിക്കും. സിംഗിൾ ഓണർ, ഒരു സർവീസ് പോലും ചെയ്യാത്ത. 11 60,000 ഒക്കെ, അതായത് റയർ ആൻഡ് റയറസ്റ്റ് എന്ന് തന്നെ പറയാം അല്ലെ? അതും DI ലാസ്റ്റ് വരുന്ന വണ്ടി. DI ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇലക്ട്രോണിക് വരില്ല. അതുകൊണ്ട് തന്നെ വണ്ടി വഴിയിലാവുന്നുള്ള പേടിയില്ല. പിന്നെ സെൻസറുകൾ വളരെ കുറവാണ്. പിന്നെ ബൊലേറോ ഇറങ്ങിക്കണേക്ക് മാർക്കറ്റുള്ള വണ്ടിയും DI ആണ്. അതാ എഞ്ചിന്റെ ഒരു ഗുണമാണ്, മൈലേജ് കിട്ടും അല്ലേ? അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, ഫുൾ ഓപ്ഷൻ വണ്ടി. SLX വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതായത് 11 ആണെന്ന് ഒരാളും പറയും. 11 60,000 കിലോമീറ്ററിൽ കിട്ടുന്ന വണ്ടി ഞാൻ ഇപ്പൊ അടുത്തൊന്ന് 20 വർഷത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ബൊലേറോയില്. അതെ. ഇത് അത്രയും, അതായത് ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടി, അത്രയും കുറഞ്ഞ ഓട്ടം. അതൊരു കോളേജ് പ്രൊഫസർ കൊണ്ടുവരുന്നായിരുന്നു. നിയറസ്റ്റ് സ്ഥലം കൊടുങ്ങല്ലൂര്. ഇത് ജെനുവിൻ ആണല്ലോ അല്ലെ? ജെനുവിൻ കിലോമീറ്റർ നമ്മൾ അത്രയും അടുത്തറിയുന്നത്. കാരണം ആള് കോളേജിൽ ഇവിടെ വരുമ്പോ ഇവിടെ ഇട്ട് പോണ വണ്ടിയാ. അതെ അല്ലെ? നമ്മുടെ ഷോറൂമിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാറ്. അപ്പൊ നല്ല ക്വാളിറ്റി ജോലി ചെയ്യുന്ന. അതെ അല്ലെ? ഇത് വിലയും കൂടി കേട്ടെ. ഇത് നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം ഫൈനല്. ഒന്നും കുറയാനില്ല. അടിപൊളി. അതെന്തായാലും നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 100% വണ്ടി, 99 അല്ല 100%. അതാണ്. 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളൂ. 11 ആയതുകൊണ്ട് ഒരു 2.5-3 ലോൺ കയറുള്ളൂ അല്ലെ? ഇതിന് 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം. അപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ട് വരിക. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി മുത്ത് പോലത്തെ വണ്ടി എടുത്തോണ്ട് പോവാം. ഇത് നോക്കാം നമുക്ക് എന്തായാലും. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എക്കോ സ്പോർട്ട് ഉണ്ടല്ലോ. 2013 ആണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാ അല്ലേ? ഇത് 13. അതായത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടീന്റെ കോലം കണ്ട ഒരിക്കലും മോഡൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വണ്ടികൾ അങ്ങനത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് അതായത് നമുക്കത് കാരണം കൊണ്ടുവരുന്ന വണ്ടികളൊന്നും പല ലോൺ ആൾക്കാര് ലോണിന് വേണ്ടിട്ട് ഇട്ടിട്ട് പെൻഡിങ്ങിൽ നിൽക്കാന്നല്ലാണ്ട് വേറെ നമുക്ക് അങ്ങനെ അധികം നിൽക്കാറില്ല. അത് മാത്രല്ല, ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാന്ന് പറയുന്നത് തന്നെ റയറാണ്. മാക്സിമം ഒരാഴ്ചയൊക്കെ അങ്ങനെയൊക്കെ നിൽക്കാറുള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ, എക്സ്റ്റീരിയർ, അതായത് മിന്റ് കണ്ടീഷൻ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് ഓടിയത് എത്രയാ? ഇത് 1.58 ഓടിയിട്ട് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? പിന്നെ ഡീസലാണ്. 20-നടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. ടൈറ്റാനിയാണ്. ഈ 1.58 കോടി കൊണ്ട് ഒരു അപാകത ഇല്ലല്ലോ? ഒന്നും ചെയ്യാത്ത വണ്ടി അല്ലേ? എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4.10 കൊടുക്കാം. 4.10. അത് കുറയൂല? എന്തെങ്കിലും ചെറുതായി വണ്ടി 100% വണ്ടി. ലോൺ എത്ര കയറൂല്ലേ? ഇതിനൊക്കെ ഒരു 3.5 ലക്ഷം രൂപ ലോൺ സുഖമായിട്ട് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതിന് അങ്ങ് അറ്റം കുറച്ചും തരും. പിന്നെ ഇവിടെ ഈ റോഡിന്റെ വക്കത്തായതുകൊണ്ട് നല്ല വണ്ടികൾ പോണ സൗണ്ട് ഉണ്ടാവും. സൗണ്ട് കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ദയവായി ക്ഷമിക്കുക കേട്ടോ. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡസ്റ്റർ കാണിച്ചു തരാം. ഡസ്റ്റർ ആണെങ്കിലോ 2013 മോഡൽ. 13 ആണ്. 13 ഇത് ഓടിയതൊക്കെ എത്രയാ? ഇതും 1.5 ലക്ഷം തന്നെ ഓടി. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ആക്സിഡന്റ് ഇല്ല. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉണ്ടല്ലേ? അതും ഇതിൽ 90% വണ്ടികൾ എല്ലാം സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. അതെ. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒന്നും മോശമല്ല. അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഏതാ വേരിയന്റ് വരുന്നത്? ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 110 തന്നെയാണ് അല്ലേ? മിംഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അടിപൊളി. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 3.75 കൊടുക്കാം. 3.75 കൊടുക്കാം. മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 2013 അല്ലേ? ഓക്കെ. 1.5 ലക്ഷം ഓടിയാൽ 13 വണ്ടി 3,75,000 രൂപയ്ക്ക് കിട്ടും.
അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളാം. 110 PS വണ്ടിയാണ്, നല്ലോണം നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ആരും പറയണ കേൾക്കണ്ട അല്ലെ, ചെക്ക് ചെയ്യാം. ഫുള്ള് വർക്ക്ഷോപ്പുകാർ ആരും കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതെങ്ങനെ വേണമെങ്കിലും ഓടിച്ചു നോക്കിയാൽ അതിനുള്ള സൗകര്യം ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലെ. പിന്നെ പ്രൈസിലാണെങ്കിലും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അൾട്രോസ് കാണിച്ചാൽ ശരിക്കും അൾട്രോസ് അങ്ങനെ എവിടെയും കാണാറില്ല അല്ലെ. ഇതേതാ മോഡല്? ഇത് 2021 മോഡല്. 21 21 ഓട്ടം 27,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ അത്യാവശ്യം ഡീസൽ. ഡീസലാ? അതാ ഞാൻ ചോദിച്ചത്, ഡീസൽ വണ്ടിയാണോ എന്നൊരു സംശയം തോന്നി. ഇത് ഓപ്ഷൻ ഏതാ? ബേസ് മോഡലാണ് അല്ലേ? XC എന്ന് പറഞ്ഞിട്ടുള്ള XC ആണ്. അതെ അതെ. ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉള്ളൂ. പക്ഷെ മൈലേജ് ആണ് മെയിൻ. മൈലേജ് എത്ര കിട്ടും ഏകദേശം? ഇതിനെങ്ങനെയാലും 25 മൈലേജ്, 25 കിട്ടും അല്ലെ? ഒരു 20 പ്ലസ് നിങ്ങൾക്ക് കൺഫേം ആണ്. നിങ്ങൾക്ക് സിറ്റി തന്നെ ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ. ബാക്കി നിങ്ങൾ ഹൈവേയിൽ നോക്കിയാൽ മതി. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, 27,000 ഫുള്ള് കമ്പനി സർവീസ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 2021 വണ്ടി. 21 അല്ലേ? 21 27,000 ഓടിയിട്ടുള്ളൂ. അതും ഡീസലാണ്. ഇത്രയും മൈലേജ് ഇടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇച്ചിരിയൊക്കെ പക്കയാണല്ലോ അല്ലെ? അതെല്ലാം 27,000 ഓടിയിട്ടുള്ള 25 കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5,75 5,75 അല്ലേ? ഒരു 2 പവർ വിൻഡോ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. ബാക്കി എല്ലാം പക്കയാണ്. 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള നീറ്റ് വണ്ടി, ഒരു അപാകത ഇല്ലാത്ത പക്ക വണ്ടിയുടെ. അതൊന്നും മിസ് ചെയ്തെടുത്താൽ മാക്സിമം ലോണും കിട്ടുവേ. അതുപോലെ തന്നെ ഒരു സെലേറിയും കൂടി കാണിച്ചാലോ? സെലേറിയ ഇതാണെങ്കിലോ? ഇത് 2015 ഓട്ടോമാറ്റിക്. 15 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു 16-17 കാണിച്ചു. ഇത് 15 ആണ് അല്ലേ? കുറച്ചും കൂടി വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഇത് ഓട്ടോ എത്രയാ? ഇത് 90,000 കിലോമീറ്റർ. 90,000 അല്ലേ? ജെന്യുവൻ കമ്പനി സർവീസ്. സർവീസ് ഈ പ്രാവശ്യം ഒക്കെ കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ് അല്ലേ? പിന്നെ എടുത്തെടുത്ത് ചോദിക്കണ്ട. അതുപോലെ തന്നെ ടയറൊക്കെ ഏകദേശം 99% തന്നെ പറയാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇന്റീരിയർ എക്സീഡ് ആണെങ്കിലും അല്ലേ? പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരപാകതയും പറയാനില്ലല്ലോ. ഒന്നും റീപ്ലേസ് ചെയ്യാം. അതെ അതെ. നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ്. എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 3,75 3,75 അല്ലേ? 2015 വണ്ടിയാണ്. 3,75,000 രൂപയ്ക്ക്. അതും ഓട്ടോമാറ്റിക് ആണ്. 12 മാസം വണ്ടിയാണ്. അപ്പൊ ഏകദേശം 16 തന്നെ വേണേ പറയാം അല്ലേ? ഇതാണെങ്കിലോ? ഇത് 2017 ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക് ആണ്. അതും ഓട്ടോമാറ്റിക് തന്നെയാണ്. വെള്ള കളർ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓടിയതോ? ഇത് 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 27,000 സിംഗിൾ ഓണർ അല്ലേ? എന്തെങ്കിലും ആക്സിഡന്റ്? ഒരു വണ്ടിയും റീപ്ലേസ് ഉള്ള വണ്ടികൾ നമ്മൾ ഒന്നും ഇവിടെ വെച്ചിട്ടുള്ള വണ്ടി. അതെ അതെ. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. കാര്യമില്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ. പലർക്കും അറിയേണ്ടതായിട്ട്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാ, ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റാണ്. ഇത് എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ അല്ലേ? എയർ ബാഗ് വരും. അതുപോലെ തന്നെ സ്റ്റീരിയോ വരും, റിവേഴ്സ് ക്യാമറ വരും, എല്ലാ സാധനവും വരും കേട്ടോ. ഒന്നും തന്നെ ഇല്ലാത്തായിട്ടില്ല. ഇത് നമുക്ക് പ്രൈസോ? ഇത് നമുക്ക് 3,15,000 രൂപ. 2017 അല്ലേ? 17 ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ 3,15,000 രൂപ അല്ലേ? കുറയാണ്ടാവുമല്ലോ അല്ലേ? മാക്സിമം അത് എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുത്തേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, നല്ലൊരു കൊച്ചു വണ്ടി. ബ്രിയോ ആണ്. ബ്രിയോ ഏതാ മോഡല്? ഇത് 2018 വണ്ടി. 18 ആണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? 2018 സിംഗിൾ ഓണർ. മാനുവൽ തന്നെയല്ലേ? മാനുവൽ ആണ്. അത്യാവശ്യം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ? ഫുൾ ഓപ്ഷൻ വണ്ടി. 80,000 കിലോമീറ്റർ. 80,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അത്യാവശ്യം എന്താ പറയാ, നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ സ്ത്രീകളുടെ ഇഷ്ടവാഹനമാണ് അല്ലേ? അതേപോലെ തന്നെ നല്ല കോമ്പാക്റ്റബിൾ സൈസിലുള്ള ഒരു ചെറിയ വണ്ടി ഹോണ്ടന്റെ. അതും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. പെട്രോൾ മാനുവൽ ആണ്. ഇത് നമുക്ക് ഓടി എത്ര? 80,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉണ്ട്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,50,000 രൂപ കൊടുക്കാം. 4,00,000 രൂപ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. 4,00,000 രൂപയ്ക്ക് 2018 വണ്ടി. 18 അല്ലേ? മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ. ഞങ്ങൾ ഈ സൈഡിൽ ബാക്കോട്ട് നിന്നത് അവിടെ കുറച്ച് വെളിച്ചം കുറവുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2014 വണ്ടി. 14 ആണ്. മൈക്രോ ആക്റ്റീവ് ആണ്. പെട്രോൾ ആണ് അല്ലേ? XV ആണ്. XV എന്ന് പറയുമ്പോൾ അന്നത്തെ ഇതിലെ ഫുൾ ഓപ്ഷൻ പെട്രോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ സെന്റർ ലോക്ക് എല്ലാം വരും. ഇതിൽ എനിക്ക് തോന്നുന്നു ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി വരുന്നത്. അത് ഞാൻ നോക്കിയത് ഏറ്റവും ഫുൾ അല്ല, അതിന്റെ താഴെയാണ് കേട്ടോ. അല്ലെ വീൽസ് ഇല്ല, അങ്ങനെ വേറെ കുറച്ച് സംഭവങ്ങളെ കുറവുള്ളൂ. 14 ഓടിയത് എത്രയാ? ഇത് 90,000 കിലോമീറ്റർ. 90,000 ജെന്യുവൻ ആണല്ലോ അല്ലേ? സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ. പക്ഷേ ഈ വണ്ടിയിലൊക്കെ നീറ്റ്നെസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത്രയും ക്ലീൻ ആണ്. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? മേജർ റീപെയിന്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ലോ? റീപെയിന്റ് വന്നിട്ടില്ല. അതുപോലെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? നല്ല നീറ്റാണ്. ഇവിടെ എവിടെ റീപെയിന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബമ്പർ ടച്ചിങ് അതൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000 2014 വണ്ടി അല്ലേ? 14 വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അതെന്തായാലും വില കുറയുമല്ലോ. ഓക്കെ, എന്തായാലും 14 മോഡലാണ് കേട്ടോ. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്റ്റിംഗർ അല്ലല്ലോ, വാഗണർ അല്ലേ? വാഗണർ മോഡലോ? 2011-12 രജിസ്ട്രേഷൻ. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. ഇത് 11-12 വണ്ടിയല്ലേ? 11-12 രജിസ്ട്രേഷൻ. അത് VXI ആണ് കേട്ടോ.
അതായത് ഈ വണ്ടിയുടെ ഒരു നീറ്റ്നെസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 18-20 പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അതെ നല്ല വണ്ടിയാ. അതെ, ഇത് ഓടിയത് എത്രയാ? 75,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. അത് 75,000 സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും മോശമില്ല. പിന്നെ VXI ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് 2,35,000 രൂപ കൊടുക്കാം. 235. ഓടിയതോ? ഇത് 76,000 കിലോ. 76,000 അല്ലേ? എന്തായാലും മോശമല്ല കേട്ടോ. നല്ല ക്ലീൻ പീസ് വണ്ടി. 76,000 ഓടിയിട്ടുള്ളൂ. അതായത് നല്ല എന്താ പറയുക, ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അങ്ങനെ പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല അല്ലേ? നല്ല വണ്ടിയാണ്. കാര്യമായ റീപെയിന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? 2,35,000. കുറെ ഉണ്ടാവൂലേ? ലാസ്റ്റ് റേറ്റ് ആണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ 2 രൂപ ലോൺ കയറുമോ? പിന്നെ തീർച്ചയായിട്ടും കയറും അല്ലേ? ഈ വണ്ടി കണ്ട ആരും 2 2.5 നിങ്ങൾക്ക് ലോൺ കയറും. അത്രയും നീറ്റാണ്. അതുപോലെ തന്നെ ഐറ്റൺ ആണെങ്കിലോ? ഇത് 2010 വണ്ടി. 10 ആണ്. 10 വണ്ടിന്റെ കോലം വരെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഷോറൂം കണ്ടീഷൻ തന്നെ പറയാട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ വണ്ടിയാ. അതെ അതെ. ഇത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവറിന്റെ സെന്റർ ഓപ്ഷനിലാണ് അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം 90% തന്നെ ഉണ്ട്. ഓടിയത് എത്ര? ഇത് 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 85 സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ. എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 1,60 കൊടുക്കാം. 1,60. 1,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2010 വണ്ടി കിട്ടും. അത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ. അത് മിസ് ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. എപ്പോഴൊന്നും കിട്ടിയതും വരില്ല. ലോൺ കയറുമോ? പിന്നെ ഇതൊക്കെ 1,00,000 രൂപ എങ്ങനെയാലും ലോൺ കിട്ടും അല്ലേ? ഓക്കെ. എന്തായാലും നോക്കിക്കോളൂ. ഡീസലിന് നല്ല അടിപൊളി മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ര അല്ലേ? മൈക്ര ഇത് ഏതാ മോഡല്? ഇത് 2012 മോഡല്. 12 ആണ്. ഓ, ഇത് 12 ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ റീപെയിന്റ് എന്തെങ്കിലും ചെയ്യുന്നതാണോ? ഇത് ഒന്നൊരു ബാഗ് കൂടി ബമ്പർ മാത്രമേ ടച്ചിങ് ഉള്ളൂ. ടച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്തൊരു നീറ്റാന്നറിയോ വണ്ടി കാണാന്. ഇത് മോഡല് 2012. ഓടിയതോ? ഇത് 1,10. 1,10 അല്ലേ? അതായത് പഴയ ഷേപ്പിലുള്ള വണ്ടിയാണ്. അലോയ്വീലുണ്ട്. 4 ടയറും ഏകദേശം പുതിയതെന്ന് തന്നെ പറയാം. XV ആണ്. അതായത് ബട്ടൺ ഷാട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ. ബട്ടൺ ഷാട്ട് വരും. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ വണ്ടിയിൽ ഒരു പോറൽ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ വണ്ടി ഓടിക്കാനും അങ്ങനെ തന്നെയാണ്. അതെ അല്ലേ? 1,10 ഓടിയൊന്നും പറയില്ല കേട്ടോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ XV പ്രീമിയം ആണ്. DC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസലാണ്. 20 മേലെ കൺഫേം മൈലേജ്. 100% മൈലേജ് കിട്ടണ വണ്ടിയാണ്. 22 മൈലേജ് മിനിമം കിട്ടണ വണ്ടിയാണ്. അതെ അതെ. ട്രാഫിക്കിൽ ഞാൻ മണ്ണിൽ 20 കിട്ടും. അതിന്റെ മേലേക്ക് നിങ്ങൾ ഹൈവേ പ്രതീക്ഷ മതി. എന്ത് വിലയ്ക്ക് കൊടുക്കുക? 12. ഇത് നമുക്ക് 2,25. 2,25. അത് മോശമൊന്നുമില്ല കേട്ടോ. നല്ല പ്രൈസ് തന്നെയാണ്. വലിയ കൂടുതലാണെന്നും പറയാനില്ല. പക്ഷേ ഈ വണ്ടിനെ വൃത്തി കാണുമ്പോൾ നിങ്ങൾ അത് എടുത്തു പോകും. 2,25,000 രൂപ പഴയ ഷേപ്പാന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ക്ലീൻ പീസ് ക്വാളിറ്റി ഉള്ള വണ്ടി. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? 2012 മോഡൽ. 12 ആണ്. 2012 ഇത് ഓടിയതൊക്കെ എത്രയാ? ഇത് 90,000 കിലോമീറ്റർ. ഡീസലാ? അല്ല, പെട്രോൾ അല്ലേ? LXI അല്ലേ? LXI 2 ഡോർ പവർ വിൻഡോ. അതെ അതെ. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുള്ളൂ. 2 ഡോർ പവർ വിൻഡോ ചെയ്തതാണ് കേട്ടോ. കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതല്ല. പിന്നെ സെൻട്രൽ ലോക്ക് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല നീറ്റാണ് അല്ലേ? ടയർ ഭാഗങ്ങളും വണ്ടിയും പക്ക നീറ്റാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് ഓടിയത് എത്രയാന്ന് പറഞ്ഞേ? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടി. 12 അല്ലേ പറഞ്ഞ മോഡല്? 2012. 12 ഈ ഷേപ്പ് ശരിക്കും വരുന്നുണ്ട്. ഫസ്റ്റ് വണ്ടിയാ അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടി. എന്ത് വിലയ്ക്ക് കൊടുക്കാം? 11 ലാസ്റ്റ് തൊട്ട് ഈ ഷേപ്പ് വരുന്നുണ്ട്. 12-ാം മാസം. ഇത് നമുക്ക് 2,90 കൊടുക്കാം. 2,90. കുറെ ഉണ്ടാവോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. അതെ. 2,90,000 രൂപയ്ക്ക് പെട്രോൾ വണ്ടി എടുക്കാം. അതും നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. നല്ല നീറ്റ് വണ്ടിയാണ്. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയോണും കൂടി കാണിച്ചിട്ടാണ്. ഇയോൺ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ. 18 ആണ്. ഇത് ഓടിയതൊക്കെ? ഇത് 60,000 കിലോമീറ്റർ. 60,000 അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഒന്നുമില്ല. എന്തെങ്കിലും അപാകതകൾ പറയാനില്ല? ഒന്നുമില്ല. ഓടിയത് എത്രയാ? ഇത് 60,000 കിലോമീറ്റർ. 60,000 അല്ലേ? 12 മോഡൽ അല്ലേ? ഈ 12 60,000 ഒക്കെ ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാൽ തന്നെ നമുക്കറിയാം. ഓടിച്ചാലും അതെ. സിംഗിൾ ഓണർ തന്നെ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ അല്ലേ? എന്ത് വിലയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 2,45,000 രൂപ. 2,45-ന് 2012 18 12 അല്ല കേട്ടോ, 18 ആണ്. മാറിപ്പോയതാണ്. മോശമില്ലാത്തൊരു പ്രൈസ് അല്ലേ? നല്ല വണ്ടി. ഫൈനൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 2,40 അല്ലേ? 2,40. 2018 മോഡലിന്റെ നിങ്ങൾ ആലോചിക്കണം. 2,40,000 രൂപയ്ക്ക് ഇതൊന്നും മിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ അതാ നല്ല അടിപൊളി ഒരു ലോറ. ലോറ അല്ലേ? 2009 മോഡൽ. 2009 ആണ്. അതായത് 9 ഇറങ്ങിയ സമയത്ത് ഇത് രാജാവായിരുന്നു. അതെ. അതും പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ. പേപ്പർ എല്ലാം ഉള്ള വണ്ടി അല്ലേ? അതെ അതെ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം വണ്ടി മാറി നിൽക്കും അല്ലേ? അതെ അതെ അതെ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇതിൽ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. അതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഏറ്റവും രാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേട്ടോ. അത് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല. എല്ലാം കമ്പനി ഫിറ്റഡ് സാധനങ്ങൾ തന്നെ അല്ലേ? അതെ അതെ അതെ. ടയർ ഭാഗങ്ങളുണ്ട്, അലോയ്വീലുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഡീസൽ അല്ലേ? ഡീസൽ 1.6 വരും അല്ലേ? അതെ അതെ. 1.6 ഡീസൽ നല്ല പവറാണ് കേട്ടോ. വണ്ടി പറക്കും
നിലം തൊടാണ്ട് പറഞ്ഞോളൂ അല്ലേ? ഇതിപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2,15,000 രൂപയ്ക്ക് കൊടുക്കാം. 2,15 കൊടുക്കാം. ഇത്രയും വലിയ വണ്ടി 2,15. വണ്ടി അതുമല്ല, വണ്ടി ഓടിക്കാനായാലും നല്ല ക്വാളിറ്റി ഉള്ള വേറെ റീപ്ലേസ്മെന്റ് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 9 മോഡലാന്നേ ഉള്ളൂ, പക്ഷെ 5 വർഷത്തെ പേപ്പർ മേജർ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 1,15 അങ്ങനെ ആയിട്ടുണ്ട്. ഫുള്ള് 1,20,000 ഫുള്ള് 1,00,000 സർവീസ് ചെയ്താണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. നല്ല പിന്നെ പുതിയ പേപ്പർ 2029 വരെ പുതിയ പേപ്പർ ഉണ്ട്. അപ്പൊ അതും ആലോചിക്കണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും കൊണ്ടുപോയിക്കോളൂ. അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം കേട്ടോ. വളരെ ലോ ബഡ്ജറ്റിൽ ചില്ലറ പൈസ കൊടുത്ത് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഇൻഡിക്ക കാണിച്ചാൽ. ഇൻഡിക്ക പഴയ ഷേപ്പ് V2 ആണല്ലേ? V2 പെട്രോൾ ആണ്. ഓ, പെട്രോൾ വണ്ടി ആകുമ്പോൾ മൈലേജ് കുറവായിരിക്കില്ലേ? മൈലേജ് കുറവാണ്, പക്ഷെ കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലേ? വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. 2007 വണ്ടിയാണ്. 27 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. പവർ വിൻഡോസ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമുള്ള വണ്ടി. പിന്നെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ? വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒന്നും മാറിയിട്ടൊന്നുമില്ല അല്ലേ? ഈ സൈഡിൽ ഒന്ന് കാണിച്ചു കൊടുത്തു ഇന്റീരിയർ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളുണ്ട്. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 35 രൂപ കൊടുക്കാം. 35,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ട് പറഞ്ഞു? ഇത് കിലോമീറ്റർ 1.10 കണ്ട് കിടക്കുന്നത്. അടിപൊളി, പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, വെറും 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോട്ടോ. പെട്രോൾ ആണ്, ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഒരു 12, 13, 14 ഒക്കെ മൈലേജ് കിട്ടും അല്ലേ? ചെറിയ ഒരു ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെന്താ, നല്ല വൃത്തിയോട് വേണ്ട, ഒന്നും വേണ്ട, അത്യാവശ്യം കൊണ്ടുനടക്കാം. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല. പെട്രോൾ നല്ല വലിയും AC ഒക്കെ ഉള്ള വണ്ടി. AC ഉണ്ടല്ലേ? അതെ അതെ, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് അല്ലാണ്ട് AC ഒക്കെ നല്ല കൂളുള്ള നല്ല വണ്ടി, വൃത്തിയുള്ള വണ്ടി അല്ലേ? വെറും 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓടിച്ച് പഠിക്കാണ്ടേ നിങ്ങൾ മാരുതി അൾട്ടോ ഒന്നും എടുക്കാൻ പോണ്ട. വെറും 35,000 രൂപയ്ക്ക് ഇത് ഓടിച്ച് പഠിക്കുക. ഇതൊക്കെ ഒരു ഇടിയൊന്നും പിടിച്ചാൽ ഒന്നും ആവില്ല. ടാറ്റയുടെ സ്റ്റീലാണ് അല്ലേ? കിടിലൻ സാധനം. വെറും 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം. അത് മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ സാൻഡ്രോ ആണെങ്കിലോ? 2008 വണ്ടി. 2008 ആണ്. ഇത് ഓടിയതൊക്കെ? ഇത് ഓടിയത് 95,000 കിലോമീറ്റർ. 95,000. അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ വണ്ടി? വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നത്. സെക്കൻഡ് ഓണർ ആണ്. വണ്ടിന്റെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ വൃത്തി തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും അപാകതകൾ? ഇല്ല, ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 90 രൂപയ്ക്ക് കൊടുക്കാം. 90 അല്ലെ? 2008 വണ്ടി. അതെ, പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. വെറും 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാൻഡ്രോ എടുത്തോണ്ട് പോകാം. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു ഫിയറ്റ് പ്യുണ്ടോ ഏതാ മോഡല്? ഇത് 2010 ആണല്ലേ? ഡീസൽ വണ്ടിയാ? ഇത് ഡീസൽ. അതായത് 1.2 ലിറ്റർ വരുന്ന ഡീസൽ വണ്ടി. നല്ല വണ്ടിയാ ഓടിക്കാനും. അതെ. പിന്നെ പുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഫിയറ്റ് നിർത്തിയത് കൊണ്ടുള്ള ഒരു വിഷയമുള്ളൂ. അത് മാത്രമല്ല, ഈ ഇതിൽ കിടക്കുന്ന എഞ്ചിനാണ് ബാക്കിയുള്ള സ്വിഫ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കയിലൊക്കെ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണറിലെ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. ഇത് ഓടിയത് എത്രയാ? ഇത് 1.20 ഓടിയുണ്ട്. 1.20 ഓടിയുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുണ്ടോ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം വണ്ടിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ മോശമല്ലാത്ത ഡീസലിൽ മൈലേജ് ഇട്ട് നമ്മുടെ കോട്ടറാജറ്റ് സെയിം എഞ്ചിൻ വരുന്ന നല്ല ക്ലീൻ പീസ്, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി ഓടിക്കാനും ഒക്കെ പക്കയായിട്ട്. ഇതിന്റെ ആ ഒരു ബോഡി ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത് കേട്ടോ. ഇടിച്ചിന്റെ കല്ലിടിക്കുന്ന പോലെ ഉണ്ട്. എന്ത് വിലക്ക് കൊടുക്കുക? ഇത് നമുക്ക് 1.60. 11 വണ്ടി ആയിക്കോട്ടെ. 4599 നമ്പർ കേട്ടോ. 11 മോഡൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ കുറെ ഉണ്ടാവൂലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 60 ഇച്ചിരി കൂടുതലാണ്. പക്ഷെ വണ്ടി 100% നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് അത്രയും വൃത്തിയുള്ള വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 1.60 ആണ്, നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഈ മൈക്രോ ഏതാ മോഡൽ? ഇത് 2016 മോഡൽ. 16 പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ എക്സൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ 2 ഡോർ പവർ വിൻഡോ. അപ്പൊ XE അങ്ങനെ എന്തോ ആണ്. ബേസ് വണ്ടി അല്ലേ? എക്സൽ. അതെ. പിന്നെ ഓടിയത് എത്രയാ? ഇത് 98,000 കിലോമീറ്റർ. പെട്രോളില് 98,000 കിലോമീറ്റർ. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് അതും പ്രത്യേകിച്ച് നിസാന്റെ വണ്ടിയാകുമ്പോൾ പെട്രോളിന് കംപ്ലൈന്റ് നല്ല നീറ്റ് ആണ് വണ്ടി. ബോഡി വൈസ് നല്ല ക്ലീൻ ആണ്. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. 2,60,000 കൊടുക്കാം അല്ലെ? ഒരു 2-3 വണ്ടിയായി നമ്മളിപ്പോ കാണിക്കുമല്ലോ. 2016 ആണ്, സെക്കൻഡ് ഓണർ ആണ്. 2,60,000 രൂപ. പിന്നെ ആലോചിക്കണം, 16 വണ്ടിയാണ് 2,60,000 പറയുന്നത് കേട്ടോ. എന്തായാലും മോശമൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ? അത് നെഗോഷ്യബിൾ ആണ്. മാക്സിമം നിങ്ങൾക്ക് അതിൽ എനിക്കൊന്ന് ഫുൾ ഓൺ തന്നെ കയറാൻ മതി. ഇതൊക്കെ 2.5 ലക്ഷം രൂപ മിനിമം കിട്ടും. എന്തായാലും മിനിമം. അതെ. അപ്പൊ ഒരു നെഗോസിയേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പൈസ കൊടുക്കേണ്ടി വരില്ല. ഫുൾ ഓൺ തന്നെ എടുത്തോണ്ട് പോകാം. നിങ്ങളാണെങ്കിൽ നല്ല അടിപൊളി ഒരു 7 സീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു സൈലോ ഇവിടെ കിടപ്പുണ്ട്. E6 ആണല്ലേ? ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? വരും. ഇത് മോഡൽ ഏതാ? ഇത് 2010 മോഡൽ. 10 ആണല്ലേ? ഇനി ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ വരും. 4 ഡോർ പവറിന്റെ സൺബ്ലോക്ക് റിമോട്ട് എല്ലാം വരുന്നുണ്ട്. എല്ലാം വരും അല്ലേ? പിന്നെ മോശമൊന്നുമില്ല. അതെ. ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. വേറെ എന്തെങ്കിലും അപാകത പറയാൻ? വണ്ടി നല്ല വണ്ടി. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. ഡീസൽ തന്നെ അല്ലേ? ഡീസലില് എന്തായാലും ഒരു 18-20 ഒക്കെ മൈലേജ് കിട്ടും. പിന്നെ 15 മേലെ പ്രതീക്ഷ കേട്ടോ.
ടയർ ഭാഗങ്ങൾ മോശമില്ല. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 220 കൊടുക്കാം. 220 2010 വണ്ടി അല്ലേ? 2010 വണ്ടി കൊടുക്കാം. കുറയാണ്ടോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു ലോൺ കയറോ? ലോൺ അതെ അത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ പാടാട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും നോക്കിക്കോളൂ, 220 നിങ്ങൾക്ക് നെഗോഷ്യബിൾ പ്രൈസിൽ എടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡിസൈർ കാണിച്ചു. ഡിസൈർ പെട്രോളാ? പെട്രോൾ 2010 മോഡൽ VXi അല്ലേ? VXi. ഓക്കെ, ഡിസൈർ അത് അലവിലൊക്കെ ചെയ്ത വണ്ടിയാണ്. ഡോക്ടർ RC സിംഗിൾ ഓണർ വണ്ടി. അതെ ഒരു സെപ്പറേറ്റ് ഒരു റിവേഴ്സ് ക്യാമറ. പിന്നെ ഇത് 2010 ആയാലും 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ ഡോക്ടർ RC ഓണർ വണ്ടി. അടിപൊളി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അതായത് നിങ്ങൾ ആരെങ്കിലും നല്ലൊരു വണ്ടി ഇതുപോലത്തെ നോക്കുന്നുണ്ട്, ഇത് മിസ് ചെയ്യണ്ട. അതും പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 220 കൊടുക്കാം അല്ലെ? നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വണ്ടി, അടിപൊളി, അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈർ എടുക്കാം. അത് നിങ്ങൾ നോക്കിക്കോളൂ, മാക്സിമം വന്ന് കാണുക, നെഗോഷിയേറ്റ് ചെയ്യുക. 220 എന്നുള്ളതൊക്കെ കുറയൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കാം. ലോൺ കയറുമോ? ഇതിനൊക്കെ ഒരു 1.5 ലക്ഷം രൂപ ലോൺ കയറും അല്ലേ? 10 ആണെങ്കിൽ ഇതിന് ലോൺ കയറും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കാണിച്ചാൽ ലാസ്റ്റ് വണ്ടി ഒരു സ്വിഫ്റ്റ് ആണ്, VXi ആണ്. ഇത് ഏതാ മോഡൽ? ഇതും 2010 വണ്ടി 10 വണ്ടി തന്നെയാണ് അല്ലേ? അതായത് സെയിം സാധനം, അത് ഡിസൈർ, ഇത് സ്വിഫ്റ്റും ആണെന്നേ ഉള്ളൂ. ഇത് VXi തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 വിൻഡോ സെന്ററിലൊക്കെ എല്ലാ സാധനം വരും. ഇന്റീരിയർ മോശമൊന്നുമില്ല, സീറ്റ് കവറൊക്കെ കമ്പനി സാധനം അല്ലേ? അതെ എന്നിട്ട് ഇത്രയും വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടി. അതെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, 86,000 ഓടിയിട്ടുള്ളത്. ഇത് 86 ഓടിയിട്ടുള്ള ഒരു അധികം ടച്ചിങ് അടക്കില്ലാത്ത വണ്ടി അത് 86,000. അതെ ആ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല, അലവിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട്. VXi ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 220 കൊടുക്കാം അല്ലേ? അതും 10 വണ്ടിയാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1.5 ലക്ഷം രൂപ ലോണും കയറും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക്, അതായത് ഒരു ചെറിയ വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പൈസ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അതുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. മാക്സിമം വില കുറച്ച് കൊടുക്കൂലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. അതായത് ഇവിടെ വരുന്ന ഒരാളും വിലേന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഒന്നും മടങ്ങി പോവില്ല. വണ്ടി മോശാന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരാളും പോവില്ല. അതാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100%. അതെനിക്ക് ധൈര്യമായിട്ട് എനിക്ക് അവർക്ക് ആര് വേണമെങ്കിലും ടെക്നീഷ്യനെ കൊണ്ടുവന്ന് ഓടിച്ചു നോക്കിയേ, ഒരു 10 കിലോമീറ്റർ ഓടിച്ചു നോക്കുക, എല്ലാത്തിലും പെട്രോളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ഓടിച്ചു നോക്കിട്ടൊക്കെ അടിയിൽ കിടന്ന് റാമ്പിന്റെ മുകളിൽ നോക്കിയേ, എങ്ങനെ നോക്കിയിട്ടായാലും ചെക്ക് ചെയ്ത് തലകുത്തി മറിയേ എങ്ങനെ വേണേലും ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ മേജറായിട്ട് ഒരു വണ്ടിക്കും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഒരുപാട് പ്രാവശ്യം 5-6 മാസമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ആ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം, എല്ലാവരും നല്ല കമന്റ് ഇട്ടിട്ടുള്ളൂ. കാരണം ഈ കമന്റ് ഇടുക എന്ന് പറയുന്ന ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഈ 5-6 മാസമായിട്ട് ഏകദേശം 100-400 വണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മള്. നമ്മള് വീഡിയോസിൽ മാത്രം, അതല്ലാണ്ട് തന്നെ നമ്മള് അത്രയധികം വണ്ടികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരും തന്നെ കുറ്റം പറയാത്തൊരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് എടുത്തോളൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു കില്ലും വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.